നമസ്കാരം. FNS ഫാർമ ബൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ഹെൽത്ത് സർവീസ് ബാർ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഡേറ്റഡ് 2019 ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പാർട്ട് 5 ലാസ്റ്റ് പാർട്ടാണ്. ലാസ്റ്റ് 20 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ഉപകാരപ്രദമായി തോന്നിയാൽ എല്ലാവരും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 81 തുടങ്ങിയാണ് ഈ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 81, വിച്ച് ഓഫ് ദ ഫോളോയിങ് ലോക്കൽ അനസ്തെറ്റിക് ഇസ് ലോങ് ആക്ടിങ്? തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏത് ലോക്കൽ അനസ്തെറ്റിക് ആണ് ലോങ് ആക്ടിങ്? ഓപ്ഷൻ എ ടെട്രാക്കെയിൻ, ബി പ്രൊക്കെയിൻ, സി ലിഗ്നോക്കെയിൻ, ഡി ക്ലോർപ്രൊക്കെയിൻ. സോ ഇതിൽ ഏതാണ് ലോങ് ആക്ടിങ്? കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ടെട്രാക്കെയിൻ ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് ലോക്കൽ അനസ്തെറ്റിക്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇൻജെക്റ്റബിൾ അനസ്തെറ്റിക്സും ഉണ്ട്, സർഫസ് അനസ്തെറ്റിക്സും ഉണ്ട്. ഇൻജെക്റ്റബിൾ അനസ്തെറ്റിക്സ് തന്നെ ലോ പൊട്ടൻസി ഷോർട്ട് ഡ്യൂറേഷൻ അതിൽ വരുന്നതാണ് പ്രൊക്കെയിൻ, ക്ലോർപ്രൊക്കെയിൻ. ഇൻ്റർമീഡിയറ്റ് പൊട്ടൻസിയിൽ വരുന്നതാണ് ലിഡോക്കെയിൻ അല്ലെങ്കിൽ ലിഗ്നോക്കെയിൻ, പ്രിലോക്കെയിനൊക്കെ. ഹൈ പൊട്ടൻസി ആൻഡ് ലോങ് ഡ്യൂറേഷനിൽ വരുന്നതാണ് ടെട്രാക്കെയിൻ, ബ്യൂപ്പിവാക്കെയിൻ, റോപ്പിവാക്കെയിൻ, ഡൈബൂക്കെയിൻ, അതൊക്കെ. സർഫസ് അനസ്തെറ്റിക്സ് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? സൊല്യൂബിളിൽ വരുന്നതാണ് കൊക്കെയിൻ, ലിഡോക്കെയിൻ, ബെനോക്സിനേറ്റ് ഒക്കെ. ഇൻസൊല്യൂബിളിൽ വരുന്നതാണ് ബെൻസോക്കെയിൻ, ബ്യൂട്ടൈൽ അമിനോ ബെൻസോയേറ്റ്. സോ മൂന്നാമതൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് മിസലേനിയസ്. അതിൽ വരുന്നതാണ് ക്ലോവ് ഓയിൽ, ഫിനോൾ, ക്ലോർപ്രമാസിൻ, ഡൈഫിൻഹൈഡ്രാമീൻ എക്സെട്ര. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 82, എക്സാമ്പിൾ ഫോർ പെരിഫറൽ ഡീകാർബോക്സിലേസ് ഇൻഹിബിറ്റർ. ഓപ്ഷൻ എ പ്രൊബെനസിഡ്, ബി ബെൻസിഡാസൈഡ്, സി ഇപ്രോനിയാസിഡ്, ഡി സോട്ടിപ്പിൻ. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് പെരിഫറൽ ഡീകാർബോക്സിലേസ് ഇൻഹിബിറ്റർ? നമുക്കറിയാം കാർബിഡോപ്പ, ബെൻസിഡാസൈഡ് ആണ് പെരിഫറൽ ഡീകാർബോക്സിലേസ് ഇൻഹിബിറ്റേഴ്സിൻ്റെ എക്സാമ്പിൾ. ഈ ഏജൻസിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എങ്ങനെയാണ്? അതായത് ലിവോഡോപ്പയുടെ പെരിഫറൽ ഡീകാർബോക്സിലേഷൻ, ഡോപ്പ ഡീകാർബോക്സിലേസ് എൻസൈം, പെരിഫറൽ ഡോപ്പ ഡീകാർബോക്സിലേസ് എൻസൈം വഴി ലിവോഡോപ്പയ്ക്ക് ഉണ്ടാകുന്ന പെരിഫറൽ ഡീകാർബോക്സിലേഷനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ രണ്ട് ഡ്രഗ്സിൻ്റെയും ഫംഗ്ഷൻ. ദാറ്റ് ഈസ് ദീസ് ഏജൻറ്റ്സ് പ്രിവെൻറ്റ്സ് ദി ഡിഗ്രഡേഷൻ ഓഫ് ലിവോഡോപ്പ ബൈ പെരിഫറൽ ഡോപ്പ ഡീകാർബോക്സിലേസ് എൻസൈം. മാത്രമല്ല ലിവോഡോപ്പയുടെ എഫക്റ്റീവ്നെസ് കൂട്ടുകയും സൈഡ് എഫക്റ്റ്, അതായത് പെരിഫറൽ ഡീഗ്രഡേഷൻ കാരണം ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. സോ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 83, എക്സാമ്പിൾ ഫോർ അറ്റിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്. ഓപ്ഷൻ എ ഫ്ലോസിറ്റിൻ, ബി അമോക്സാപ്പിൻ, സി സെർട്ടാലിൻ, ഡി ട്രസഡോൺ. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ട്രസഡോൺ ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് ആൻറ്റി ഡിപ്രസൻസിനെ ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അറ്റിപ്പിക്കൽ ആൻറ്റി ഡിപ്രസൻസ് ഉണ്ട്, അതുപോലെ തന്നെ സെലക്റ്റീവ് സെറട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്, ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ് ഉണ്ട്, മാവോ ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. അതിൽ അറ്റിപ്പിക്കലിൽ വരുന്നതാണ് മിർട്ടാസെപ്പീൻ, മിയാൻസറിൻ, ബുപ്രോപിയോൺ, ട്രസഡോൺ. അതൊക്കെ ഇറ്റ് കംസ് അണ്ടർ അറ്റിപ്പിക്കൽ ഡിപ്രസൻസ്. സെലക്റ്റീവ് സെറട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ് ആണ് ആ ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഫ്ലോസിറ്റിനും സെർട്ടാലിനും. അതുപോലെ ടെട്രാസൈക്ലിക് ആൻറ്റി ഡിപ്രസൻ്റ് എക്സാമ്പിളാണ് അമോക്സാപ്പിൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 84, വിച്ച് ഫാമിലി സിനമൺ ബിലോങ്സ് ടു? എ ലഗുമിനോസെ, ബി ലൊറേസിയെ, സി ഇമാറുബേസിയെ, ഡി റൂബിയേസിയെ. സിനമണിൻ്റെ ഫാമിലി ഏതാണ്? ബി ലൊറേസിയാണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 85, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ അമിനോഗ്ലൈക്കോസൈഡ് ആൻറ്റിബയോട്ടിക്? തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് അമിനോഗ്ലൈക്കോസൈഡ് ആൻറ്റിബയോട്ടിക് അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സ്ട്രെപ്റ്റോമൈസിൻ, ബി ജെൻഡാമൈസിൻ, സി അമിക്കസിൻ, ഡി മിത്രാമൈസിൻ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡി മിത്രാമൈസിൻ ആണ്. മിത്രാമൈസിൻ അതർവൈസ് നോൺ ആസ് പ്ലിക്കാമൈസിൻ. അതൊരു ആൻറ്റി നിയോപ്ലാസ്റ്റിക് ആൻറ്റിബയോട്ടിക് ആണ്, RNA സിന്തസിസ് ഇൻഹിബിറ്റർ ആണ്. ബാക്കി തന്നിരിക്കുന്നതെല്ലാം അമിനോഗ്ലൈക്കോസൈഡിൻ്റെ എക്സാമ്പിളാണ്. സ്ട്രെപ്റ്റോമൈസിൻ, കാനാമൈസിൻ, ജെൻഡാമൈസിൻ, ടോബ്രാമൈസിൻ, അമിക്കസിൻ, ഇതൊക്കെ അമിനോഗ്ലൈക്കോസൈഡ്സിൽ വരുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 86, ദ ആൽക്കലോയിഡ് കൊൾച്ചസിൻ ഇസ് ആൻ. ഓപ്ഷൻ എ ആൻറ്റി ക്യാൻസർ ഡ്രഗ്, ബി ആൻറ്റൽമെൻറ്റിക് ഡ്രഗ്, സി ആൻറ്റി ഗൗട്ട് ഡ്രഗ്, ഡി ആൻറ്റി പാർക്കിൻസോണിസം ഡ്രഗ്. കൊൾച്ചസിൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആൻറ്റി ഗൗട്ട് ഡ്രഗ് ആണ്. പ്രിവെൻറ്റ് ആൻഡ് ട്രീറ്റ് അറ്റാക്സ് ഓഫ് ഗൗട്ട്, അതായത് ഗൗട്ടി ആത്രൈറ്റിസിൻ്റെ അറ്റാക്സ് പ്രിവെൻറ്റ് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനുമാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 87, ബാർബിറ്റുറേറ്റ്സ് ആക്ട് ത്രൂ. ഓപ്ഷൻ എ ഗ്ലൂട്ടമേറ്റ് റിസപ്റ്റേഴ്സ്,
ബി നിക്കോട്ടിനിക് റിസപ്റ്റർ, സി NMDA റിസപ്റ്റർ, ഡി ഗാബ റിസപ്റ്റർ. നമുക്കറിയാം ബാർബിട്രേറ്റ്സ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ ഡി ഗാബ റിസപ്റ്റേഴ്സ് ആണ് കറക്റ്റ് ആൻസർ. ഗാബ റിസപ്റ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ക്ലോറേറ്റ് ചാനൽസിനെ ഓപ്പൺ ചെയ്യും. ഡ്യൂറേഷൻ ഓഫ് ഗാബാഗേറ്റഡ് ചാനൽ ഓപ്പണിംഗ് ഇൻക്രീസ് ചെയ്തിട്ട് ഹൈപ്പർ പോളറൈസേഷൻ ഓഫ് സെൽസ് ഉണ്ടാക്കി ഡിപ്രഷൻ ഓഫ് CNS ഉണ്ടാക്കും. അതാണ് ബാർബിറ്റുറേറ്റ്സിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 88. Ondansetron act by antagonizing. Option A D2 receptor, B H2 receptor, C 5-HT3 receptor, D H1 receptor. Ondansetron എന്താണ്? നൗസിയ ആൻഡ് വോമിറ്റിംഗ് കോസ് ബൈ ക്യാൻസർ കീമോതെറാപ്പി. അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ക്യാൻസർ കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, സർജറി കാരണം ഉണ്ടാകുന്ന നൗസിയ ആൻഡ് വോമിറ്റിംഗ് പ്രിവെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡ്രഗാണ് ഒണ്ടാൻസെട്രോൺ. ഇറ്റ് ബിലോങ്സ് ടു ദ ക്ലാസ് ഓഫ് സെറട്ടോണിൻ 5-HT3 receptor antagonist. Question number 89. The new WHO formula for ORS does not contain. Option A sodium chloride, B potassium chloride, C sodium citrate, D calcium chloride. WHO പുതിയ ഫോർമുല അനുസരിച്ച് ORSൽ ഏതാണ് ഇല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി കാൽഷ്യം ക്ലോറൈഡ് ആണ്. WHO ORS ഫോർമുല എന്ന് പറയുന്നത് NaCl 2.6 gram. അതിൽ സോഡിയത്തിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 75 millimolar ആണ്. KCl 1.5 gram. അതിൽ പൊട്ടാസ്യം ആൻസിൻ്റെ കോൺസെൻട്രേഷൻ 20 millimolar. ക്ലോറൈഡ് 65 millimolar. ട്രൈസോഡിയം സിട്രേറ്റ് 2.9 gram. സിട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ 10 millimolar. ഗ്ലൂക്കോസ് 13.5 gram. ഗ്ലൂക്കോസിൻ്റെ കോൺസെൻട്രേഷൻ 75 millimolar. വാട്ടർ 1 liter. സോ ഇതിലില്ലാത്തത് ഏതാണ്? കാൽഷ്യം ക്ലോറൈഡ്. ക്വസ്റ്റ്യൻ നമ്പർ 19. Composition of cotrimoxazole is. Option A trimethoprim is to sulfamethoxazole 1:2. B trimethoprim is to sulfamethoxazole 5:1. C sulfamethoxazole is to trimethoprim 5:1. D trimethoprim is to sulfadiazine 1:5. ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ സി ആണ്. എന്താണ് കോട്രിമോക്സസോൾ എന്ന് പറയുന്നത്? കോട്രിമോക്സസോൾ ഒരു ആൻറ്റിബയോട്ടിക് ആണ് വിച്ച് ഇസ് യൂസ് ടു ട്രീറ്റ് എ വെറൈറ്റി ഓഫ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്. 1 part ഓഫ് ട്രൈമെത്തോപ്രിനും 5 parts ഓഫ് സൾഫാമെത്തോക്സസോളും ആണുള്ളത്. UTI അതുപോലെ തന്നെ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഒക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ കറക്റ്റ് ആൻസർ ഇതാണ് ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 91. Which is a selective estrogen receptor down regulator? Option A flutamide, B letrozole, C fulvestrant, D finasteride. C fulvestrant ആണ്. അപ്പോൾ ഇതിലെ കറക്റ്റ് ആൻസർ ഏതാണ്? സി ഫൾവിസ്ട്രൻ്റ് ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നമുക്കറിയാം സെലക്റ്റീവ് ഈസ്ട്രജൻ റിസപ്റ്റർ ഡൗൺ റെഗുലേറ്റർ എന്ന് പറയുന്നത് എന്താണ്? മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഈസ്ട്രജൻ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്തിട്ട് അതിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യും. ഈ ഗ്രൂപ്പിൽ ഫസ്റ്റ് അപ്രൂവ് ചെയ്ത ഡ്രഗാണ് ഫൾവിസ്ട്രൻ്റ് എന്ന് പറയുന്നത്. 2002 അപ്രൂവ് ആയത്. ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഈസ്ട്രജൻ സെൻസിറ്റീവ് അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ സെൻസിറ്റീവ് ബ്രസ്റ്റ് ക്യാൻസറിൽ യൂസ് ചെയ്യും. അതർ ഏജൻറ്റ്സ് ഇൻ ദിസ് ഗ്രൂപ്പാണ് ബ്രിലാനിസ്ട്രൻഡും എലാക്കിസ്ട്രൻഡും. ക്വസ്റ്റ്യൻ നമ്പർ 92. വിൻക്രിസ്റ്റൻ ഇസ് എ ഡാഷ് ടൈപ്പ് ഓഫ് ആൽക്കലോയിഡ്. ഓപ്ഷൻ എ ഇൻഡോൾ, ബി ഫിനാന്ത്രിൻ, സി ബെൻസൈൽ ഐസോക്യുനോളിൻ, ഡി ട്രൈറ്റർപ്പിനോയിഡ്. വിൻക്രിസ്റ്റൻ നമുക്കറിയാം വിൻക്രിസ്റ്റൻ ആൻഡ് വിംപ്ലാസ്റ്റിൻ എന്ന് പറയുന്നത് വിങ്ക ആൽക്കലോയിഡ് ആണ്. കീമോതെറാപ്പി മെഡിക്കേഷനാണ് വിൻക്രിസ്റ്റൻ എന്ന് പറയുന്നത്. അക്യൂട്ട് ലിംഫോസൈറ്റിക് ലുക്കീമിയ, അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ, ഹോട്ട്കിൻസ് ഡിസീസ്, ന്യൂറോബ്ലാസ്റ്റോമ, സ്മോൾ സെൽ ലങ് ക്യാൻസർ ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇറ്റ് ബിലോങ്സ് ടു ഇൻഡോൾ ആൽക്കലോയിഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 93. ഫോർമുല ഫോർ പ്രൈമറി എമൽഷൻ ഓഫ് കാസ്റ്റർ എമൽഷൻ ഇസ്. A oil is to water is to gum 4:3:1. B oil is to water is to gum 3:2:1. C oil is to water is to gum 2:2:1. D oil is to water is to gum 4:2:1. കറക്റ്റ് ആൻസർ ഏതാണ് 93യുടെ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓയിൽ ഇസ് ടു വാട്ടർ ഇസ് ടു ഗം ഇസ് ഈക്വൽ ടു 4:2:1. പ്രൈമറി എമൽഷൻ്റെ ഫോർമുല ഫിക്സഡ് ഓയിൽസ് ആണെങ്കിൽ, ഫിക്സഡ് ഓയിൽസിൻ്റെ എക്സാമ്പിളാണ് കാസ്റ്റർ ഓയിൽ, ആൽമണ്ട് ഓയിൽ, അറാക്കിസ് ഓയിൽ. റേഷ്യോ ഓഫ് പ്രൈമറി എമൽഷൻ എന്ന് പറയുന്നത് ഓയിൽ ഇസ് ടു വാട്ടർ ഇസ് ടു ഗം 4:2:1 ആണ്. മിനറൽ ഓയിൽ ആണെങ്കിൽ എക്സാമ്പിൾ ലിക്വിഡ് പാരഫിൻ, അതിൻ്റെ ഓയിൽ ഇസ് ടു വാട്ടർ ഇസ് ടു ഗം റേഷ്യോ എന്ന് പറയുന്നത് 3:2:1 ആണ്. ഇനി വോളറ്റൈൽ ഓയിൽ ആണെങ്കിൽ എക്സാമ്പിൾ ടർപ്പൻറ്റൈൻ ഓയിൽ, പെപ്പർമിൻറ്റ് ഓയിൽ, അതിൻ്റെ ഓയിൽ ഇസ് ടു വാട്ടർ ഇസ് ടു ഗം റേഷ്യോ 2:2:1 ആണ്. ഒലിയോ റെസീൻസ് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ മെയിൽ ഫേൺ എക്സ്ട്രാക്റ്റ് ഒക്കെ ആണെങ്കിൽ
1:2:1 ആണ് റേഷ്യോ. Question number 94. Ideal temperature to store insulin is option A 0 degree to 2 degrees Celsius, B 0 degrees Celsius, C 2 degrees Celsius to 8 degrees Celsius, D 20 degrees Celsius to 40 degrees Celsius. Correct answer 2 degrees Celsius to 8 degrees Celsius ആണ് ഇൻസുലിൻ്റെ സ്റ്റോറേജ് കണ്ടീഷൻ, അല്ലെങ്കിൽ 36 ഡിഗ്രി ഫാരൻഹീറ്റ് ടു 46 ഡിഗ്രി ഫാരൻഹീറ്റ്. Question number 95. Omeprazole has to be taken option A along with food, B 1 hour before food, C 1 hour after food, D with milk. ഒമിപ്രസോൾ എന്ന് പറയുന്നത് ഒരു പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ ആണ്. കറക്റ്റ് ആൻസർ 1 hour ബിഫോർ ഫുഡാണ്. എന്ത് സംഭവിക്കും ഒമിപ്രസോൾ ഫുഡിനോടൊപ്പമോ അല്ലെങ്കിൽ ഫുഡ് കഴിഞ്ഞിട്ട് കഴിച്ചാൽ എന്താ സംഭവിക്കുന്നത്? അങ്ങനെ കഴിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ അത് വർക്ക് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് സ്റ്റൊമക്കിൽ ആസിഡൊക്കെ സെക്രീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെ ഇൻഹിബിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ബെസ്റ്റ് റിസൾട്ടിന് 30 to 1 hour ബിഫോർ മീൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യണം. അങ്ങനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ആസിഡിനെ ഷട്ട് ഡൗൺ ചെയ്യാനായിട്ട് ഇനഫ് ടൈം കിട്ടും, അതിന് ആസിഡ് പമ്പിനെ ഷട്ട് ഡൗൺ ചെയ്യാനായിട്ട്. അങ്ങനെ എന്തുണ്ടാവില്ല? ആസിഡിറ്റിയുടെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. സോ ഒമിപ്രസോൾ വിച്ച് ബിലോങ്സ് ടു ദ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ ഹാവ് ടു ബി ടേക്കൺ ബിഫോർ ഫുഡ്. Question number 96. Example for HMG coenzyme reductase inhibitor. Option A fluostatin, B fluoxetine, C fluoxamine, D fluocinolone. തന്നിരിക്കുന്നതിൽ ഏതാണ് HMG coenzyme reductase ഇൻഹിബിറ്റർ? നമുക്കറിയാം ഹൈപ്പർ ലിപ്പിഡമിക് യൂസ് ചെയ്യുന്ന ഹൈപ്പോലിപ്പിഡമിക് ഡ്രഗ്സ് ആണ് സ്റ്റാറ്റിൻസ് അല്ലെങ്കിൽ HMG coenzyme reductase എന്ന് പറയുന്നത്. ഇതുകൂടാതെ വേറെ ഗ്രൂപ്പും ഉണ്ട് ഹൈപ്പോലിപ്പിഡമിക് ഡ്രഗ്സ്, ബൈലാസിഡ് സെക്യുസ്ട്രൻസ്, ഫൈബ്രേറ്റ്സ്, സ്റ്റീറോൾ അബ്സോർപ്ഷൻ ഇൻഹിബിറ്റേഴ്സ് ഓഫ് ലിപ്പോളിസിസ് ആൻഡ് ട്രൈഗ്ലിസറൈഡ് സിന്തസിസ്, CEPT ഇൻഹിബിറ്റേഴ്സ്, ഇങ്ങനെ പറഞ്ഞ് ഒരുപാടുണ്ട്. സ്റ്റാറ്റിൻസിൻ്റെ പെക്യുലാരിറ്റി എന്താണ്? സ്റ്റാറ്റിൻസിൻ്റെ മെക്കാനിസം എങ്ങനെയാണ്? നമുക്കറിയാം HMG coenzyme reductase എന്ന് പറയുന്ന എൻസൈമിൻ്റെ പ്രസൻസിൽ മെബിലോണിക് ആസിഡായിട്ട് മാറും. ആ മെബിലോണിക് ആസിഡാണ് കൊളസ്ട്രോളായിട്ട് മാറുന്നത്. സ്റ്റാറ്റിൻസ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുമ്പോൾ അവർ HMG coenzyme reductase എൻസൈമിനെ ബ്ലോക്ക് ചെയ്തിട്ട് മെബിലോണിക് ആസിഡ് ഉണ്ടാവുന്നതും ദെയർബൈ കൊളസ്ട്രോൾ ഉണ്ടാവുന്നതിനെയും പ്രിവെൻറ്റ് ചെയ്യും. സോ ക്വസ്റ്റ്യൻ നമ്പർ 96ൻ്റെ ആൻസർ ഓപ്ഷൻ A ഫ്ലൂവോസ്റ്റാറ്റിൻ. ക്വസ്റ്റ്യൻ നമ്പർ 97. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസ് ഈസ് വാട്ടർ ബോൺ? തന്നിരിക്കുന്നതിൽ ഏതാണ് വാട്ടർ ബോൺ ഡിസീസ്? എന്താണ് വാട്ടർ ബോൺ എന്ന് പറഞ്ഞാൽ? അതായത് കണ്ടാമിനേറ്റഡ് വാട്ടർ അല്ലെങ്കിൽ അൺട്രീറ്റഡ് വാട്ടറിൽ പ്രസൻ്റ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാക്കുന്ന അസുഖങ്ങളാണ് വാട്ടർ ബോൺ. അതിൻ്റെ എക്സാമ്പിളാണ് കോളറ, ബാസിലറി ഡിസെൻട്രി, അമീബിയാസിസ് ഒക്കെ. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് വാട്ടർ ബോൺ ഡിസീസ്? ഓപ്ഷൻ A യെല്ലോ ഫീവർ, B കോളറ, C വെസ്റ്റ് നൈൽ ഫീവർ, D ഇൻഫ്ലുവൻസ. B കോളറയാണ് വാട്ടർ ബോൺ ഡിസീസ്. യെല്ലോ ഫീവർ എന്ന് പറയുന്നത് വൈറസ് കോസ് ചെയ്യുന്ന ഡിസീസാണ്. അത് ഹ്യൂമൻസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇൻഫെക്റ്റഡ് ഏഡിസ് അല്ലെങ്കിൽ ഹീമോഗോഗസ് മോസ്കിറ്റോസിൻ്റെ ബൈറ്റ് വഴിയാണ്. വെസ്റ്റ് നൈൽ ഫീവർ എന്ന് പറയുന്നതും ഇൻഫെക്ഷൻ ബൈ വെസ്റ്റ് നൈൽ വൈറസ് ആണ്, മോസ്കിറ്റോസ് വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു വൈറൽ ഇൻഫെക്ഷനാണ്, എയർബോൺ ഡിസീസാണ്. ക്വസ്റ്റ്യൻ നമ്പർ 98. കലോറിഫിക് വാല്യൂ ഓഫ് കാർബോഹൈഡ്രേറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഓപ്ഷൻ A 4 kilocalorie per gram, B 0.4 kilocalorie per gram, C 0.04 kilocalorie per gram, D 9 kilocalorie per gram. എന്താണ് കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്? ഒരു ഫ്യൂവൽ അല്ലെങ്കിൽ ഫുഡിൽ ഉള്ള എനർജി കണ്ടെയ്നെയാണ് നമ്മൾ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. അത് ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് ദ ഫുഡ് അല്ലെങ്കിൽ ഫ്യൂവൽ സ്പെസിഫിക് ക്വാണ്ടിറ്റി നമ്മൾ കമ്പസ് ചെയ്യുമ്പോഴത്തേക്കും എന്തുമാത്രം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് കലോറിഫിക് വാല്യൂ. ജൂൾസ് പെർ kg ആയിട്ടും കിലോ കലോറി പെർ ഗ്രാം അങ്ങനെയൊക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. സോ ഇതിൻ്റെ കോൾ ഗ്യാസിനാണ്, നമ്മൾ ഫ്യൂവൽ നോക്കുകയാണെങ്കിൽ കോൾ ഗ്യാസിനാണ് ഏറ്റവും കൂടുതൽ കലോറിഫിക് വാല്യൂ ഉള്ളത്. നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത് 4 kilocalorie per gram ആണ്. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ നോൺ വൈറൽ ഡിസീസ്? ഓപ്ഷൻ A റാബിസ്, B ലെപ്രസി, C സ്മോൾ പോക്സ്, D പോളിയോമൈലറ്റസ്. ഏതാണ് വൈറസ് ഉണ്ടാക്കാത്ത അസുഖം? ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബിയിൽ ലെപ്രസിയാണ്. ലെപ്രസി എന്ന് പറയുന്നത് ഒരു ഇൻഫെക്ഷസ് ഡിസീസാണ്, മൈക്കോബാക്ടീരിയം ലെപ്രയാണത് കോസ് ചെയ്യുന്നത്. നെക്സ്റ്റ് 100th question. A drug combined with cyclophosphamide to reduce the risk of hemorrhagic cystitis is. The repeated question ആണ്, നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ A മെസ്ന, B 5-fluorouracil, C 2-PAM,
ഡി പിറഡോക്സിൻ. ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ മെസ്നയാണ് കറക്റ്റ് ആൻസർ. ഇതോടുകൂടി പാർട്ട് 5 ഡിസ്കഷൻ അവസാനിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെല്ലാവരും നൽകിയ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു.